ഇരുമപ്പുറമറ്റം MDCMS ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപന ആഘോഷ വിളംബര റാലിയും കലാസന്ധ്യയും നടത്തപ്പെട്ടു. ഒരു വർഷമായി വിവിധ കർമ്മ പരിപാടികളിലൂടെ നടന്നുവന്ന ഇരുമപ്പുറമറ്റം MDCMS ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപന ആഘോഷങ്ങൾ മെയ് 10 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് മേലുകാവ് മറ്റത്തു നിന്നും ചാലമറ്റത്തേക്ക് വിളംബര റാലിയോടെ ആരംഭിച്ചു. തുടർന്ന് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ജൂൺ 30 സമാപിക്കും. മേലുകാവ് മറ്റത്തു നിന്നും ആരംഭിച്ച വിളംബര റാലി മേലുകാവ് മറ്റം സെന്റ് തോമസ് കാത്തലിക് പള്ളി വികാരി റവറന്റ് ഫാദർ ജോർജ് കാരമ്പേലിൽ ഉദ്ഘാടനം ചെയ്തു. മുൻ ADPI CMS ഹൈസ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ജെസി ജോസഫ് ദീപശിഖ തെളിയിച്ചു. മേലുകാവ് പോലീസ് ഇൻസ്പെക്ടർ സനൽകുമാർ വിളംബര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. SNDP ശാഖാ സെക്രട്ടറി പ്രകാശ് മാറാമറ്റം ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് നവീകരിച്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളനവും കലാസന്ധ്യയും നടത്തപ്പെട്ടു. പ്ലാറ്റിനം ജൂബിലി സമാപന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം CSI ഈസ്റ്റ് കേരള മഹാ ഇടവക മുൻ ബിഷപ്പ് റവറന്റ് ഡോക്ടർ KG ദാനിയൽ നിർവഹിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ റവറന്റ് മാക്സിൻ ജോൺ അധ്യക്ഷത വഹിച്ചു. മജീഷ്യൻ പ്രൊഫസർ PM മിത്ര മുഖ്യ അതിഥിയായി മാന്ത്രിക കലാവിരുന്നൊരുക്കി സന്ദേശം നൽകി. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ്, ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജെറ്റോ ജോസ്, മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു സോമൻ, മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനുരാഗ് പാണ്ടിക്കാട്ട്, വാർഡ് മെമ്പർ ഡെൻസി ബിജു, CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ട്രഷറർ റവറന്റ് PC മാത്തിക്കുട്ടി, ബേക്കർഡേൽ ചർച്ച് വാർഡന്മാരായ ജോസഫ് ചാക്കോ, ജോർജ് കുട്ടി PJ, ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് ലിൻഡ ദാനിയൽ, PTA പ്രസിഡന്റ് ജഗു സാം, OSI പ്രസിഡന്റ് സണ്ണി മാത്യു വടക്കേമുളഞ്ഞിനാൽ, ജൂബിലി ആഘോഷ രക്ഷാധികാരി AJ ഐസക് അമ്പലശ്ശേരിയിൽ, OSI വൈസ് പ്രസിഡന്റ് ദീപാമോൾ ജോർജ്, സെക്രട്ടറി TJ ബെഞ്ചമിൻ, ട്രഷറർ സിബി മാത്യു പ്ലാത്തോട്ടം, SNDP മേലുകാവ് മറ്റം ശാഖാ പ്രസിഡന്റ് PS ഷാജി, റവറന്റ് റോയി P തോമസ്, ടിറ്റോ T തെക്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും സുജാത മേലുകാവും സംഘവും നയിക്കുന്ന ഗാനസന്ധ്യ, മിമിക്സ് പ്രോഗ്രാം എന്നിവ നടത്തപ്പെട്ടു. ഒരു സംസ്കാരം ജനിക്കുന്നത് കലാലയത്തിനുള്ളിലാണ് എന്നാണ്. വ്യക്തിത്വം ജനിക്കുന്നത് അമ്മയുടെ ഉദരത്തിലാണെങ്കിൽ ഒരു സംസ്കാരം ജനിക്കുന്നത് കലാലയത്തിനുള്ളിലാണ്. 1969 കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഭാരതത്തിലെ വിദ്യാഭ്യാസ പ്രക്രിയകൾക്ക് പുതിയ മാർഗവും മാർഗനിർദ്ദേശങ്ങളും നൽകുവാൻ നിയമിക്കപ്പെട്ട കോത്താരി കമ്മീഷൻ പറയുന്ന വാക്കും ഇതുതന്നെയാണ്. ഭാരതത്തിന്റെ ഭാവി ഭാരതത്തിലെ ക്ലാസ് റൂമുകളിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്, ആരംഭിക്കുന്നത് എന്ന്. CMS ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന ഈ വിളംബര ജാഥ ഏവർക്കും മനസ്സിന് കുളിർമയേകിക്കൊണ്ട് ആ വിദ്യാലയങ്ങളിൽ പഠിച്ചു വളരുന്ന കുട്ടികൾക്ക് അവരുടെ ഭാവി ജീവിതം സ്വപ്നസുന്ദരമാകുവാനായിട്ട് അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർക്കും ആ MDCMSന്റെ മാനേജ്മെന്റുകൾക്കും ഒക്കെ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളോടും കൂടി കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന തലമുറ ഈ വിദ്യാലയത്തിന് ഒരു താങ്ങായും തണലായും ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്നതിലായിരിക്കും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഈ കാലഘട്ടത്തില് വ്യക്തമായ ദർശനത്തോടെ CMS സ്ഥാപനങ്ങളെ നയിക്കുകയാണ് ഇപ്പോൾ. Thank you, sir.
ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് മുഖ്യമായ കാര്യം. 1965-67 കാലഘട്ടത്തിൽ ഞാൻ ഈ സ്കൂളിൽ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലാണ് ഇവിടുത്തെ ബാസ്കറ്റ്ബോൾ കോർട്ടൊക്കെ നിർമ്മിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അന്ന് തന്നെ പഠിക്കാനുള്ള ഗുരുഭൂതന്മാരിനെ പോലും ഐസിസാർ മാത്രമേ കാണാൻ സാധിക്കും. മറ്റു പലരും തങ്ങളുടെ വേറെ തികച്ച വിദ്യാഭ്യാസത്തിൽ പ്രവേശിക്കുകയുണ്ടായി. അവരെ ഓർമ്മയ്ക്ക് മുമ്പിൽ എന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു സമ്മേളനത്തിന് എല്ലാവരുമാണ് ആശംസകൾ ഞാൻ ആദ്യമായി നേരുകയാണ് ചെയ്യുന്നത്. ഈ കലാലയത്തെ പറ്റി പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ ദേശത്തിന്റെയും ഒരു ജനതയുടെയും ഭാവി നിർണയിച്ച ഒരു കലാലയമാണ് എന്ന് നമുക്കറിയാം. ഞാൻ ഒരിക്കൽ നമ്മുടെ സെന്റ് തോമസ് UP സ്കൂളിന്റെ വാർഷികത്തിൽ സംബന്ധിച്ചപ്പോൾ അന്നത്തെ മാനേജർ പറഞ്ഞിരുന്നു. ആദ്യമായി തന്നെ 75 വർഷങ്ങൾ പൂർത്തിയാക്കി പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ MPCMS ഹൈസ്കൂളിന് എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും നേടുകയാണ്. 1969-70 കാലഘട്ടത്തിലാണ് ഞാൻ ഈ സ്കൂളിൽ SSLC പരീക്ഷ എഴുതുന്നത്. അതുവരെ, അതായത് 10ാം ക്ലാസ് വരെ ഒരു ക്ലാസ്സിലും തോക്കാതെ പഠിച്ചു വന്നാണ് ഈ SSLC പരീക്ഷയ്ക്ക് വളരെ പ്രതീക്ഷയോട് പരീക്ഷ എഴുതിയെങ്കിലും കണക്കിന് മാത്രം ഒരു മാർക്കിന്റെ കുറവിന് തോറ്റുപോവുകയാണ്. അന്നത്തെ പരീക്ഷാ സമ്പ്രദായം അങ്ങനെയാണ്. എല്ലാ വിഷയത്തിലും പ്രത്യേകം മാർക്കും. ഇതൊരു ക്ലിയർ ബാഗാണ്, സീക്രൂ ബാഗാണ്. നാം എല്ലാവരും നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബാഗ്, മാല സൂക്ഷിക്കാൻ വേണ്ടി. ഈ ക്രിസ്ത്യൻ മാല സൂക്ഷിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ക്രിസ്ത്യൻ നിർമ്മിതമായ മുത്തുകൾ കൊണ്ടായ ബീഡ്സ് കൊണ്ട് നിർമ്മിച്ച ഒരു മാലയുണ്ട്. അത് ചെയ്യുന്ന മാലയാണ് ക്രിസ്ത്യൻ മാല. എന്നാൽ ഈ മാല അതിന്റെ പൂർണ്ണത കൈവരിച്ചു. ഇത് മാലയിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കണമെങ്കിൽ ഇത് നിറയെ മുത്തുകൾ വേണം. എങ്കിലേ ഇത് നമ്മുടെ ഞാൻ സാരി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. സാരി എന്നാണ് ഞാൻ വിളിച്ചോട്ടെ. ഓക്കെ, നമ്മുടെ ബഹുമാനിയായ സാരി മാല പോലെ ഇങ്ങനെ മുത്തുകൾ ഇങ്ങനെ നിറയുന്നത് മാത്രമേ ഞാൻ മനഃപൂർവ്വമാണ് ഇങ്ങനെ ഇതിന് പകുതി മാത്രം വീഴ്ചതുകൊണ്ട് മാലയെ കുറിച്ചത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മുത്തുകളുടെ ഈ മാലയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് തീർച്ചയായും ഈ മുത്തുകളാണ്. എന്നാൽ ഈ മാലയുടെ ബലം എന്ന് പറയുന്നത് ഇത് തോർത്തിരിക്കുന്ന പ്ലാസ്റ്റിക് ചരടാണ്. ഈ പ്ലാസ്റ്റിക് ചരടില്ലെങ്കിൽ ഈ മാലയ്ക്ക് സൗന്ദര്യമില്ല. അതുകൊണ്ട് തോർത്തിരിക്കുന്ന ഈ നൂലിന്റെ പ്ലാസ്റ്റിക് നൂലിനെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബലം ഞാൻ നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ അതിന്റെ പ്ലാസ്റ്റിക് ചരടിനെ ഞാൻ നമ്മുടെ മലയാള സംഘടനത്തിന്റെ സഹായത്തോടെയാണ് മുറിച്ചു നൽകിയത്. നോക്കൂ, ഇപ്പോൾ നമുക്ക് ഇതിൽ മാല എന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ എന്റെ മദ്യം ഈ തലയിൽ പിടിച്ചാൽ ഈ മുത്തുകളെല്ലാം താഴെ കൊണ്ടുപോയി ഈ തലയുടെ ചിതറിയുള്ളൂ. ശരിയല്ലേ? ആണെങ്കിൽ ഞാൻ മുറിച്ചു മാറ്റിക്കണം. ഇനി ഇവിടെ മാജിക് സംഭവിക്കാൻ തയ്യാറെടുക്കാൻ വേണ്ടി ഞാൻ ആ ബാഗ് കൊണ്ടുവന്നിട്ടാണ് ക്ലിയർ ബാഗ് കൊണ്ടുവന്നിട്ടാണ്. ഒന്നുമില്ലാത്തൊരു ബാഗാണ്. അതിലേക്ക് കഴിയുന്നതൊക്കെ തീർച്ചയായും മാലകൾ ഈ മുത്തുകൾ താഴേക്ക് പോകും. അതുകൊണ്ട് ഈ മുത്തുകൾ താഴെ പാലിക്കാൻ ഞാനിത് ഒരു ബാഗിലേക്ക് സൂക്ഷിക്കും. ഇങ്ങനെ മുത്തുകൾ ഞാൻ മാലയിൽ സൂക്ഷിച്ചതിന് ശേഷം ആ മാലയ്ക്ക് ബലം കൊടുത്ത ആ ചരടിനെ മാത്രം എന്റെ കയ്യിലേക്ക് എടുത്തു. ഈ ചരടിൽ ഈ പ്ലാസ്റ്റിക് ചരടിനെ ഞാൻ അനേകം പീസുകളായിട്ട് മുറിച്ചു മാറ്റുന്നു. മറുഭാഗത്ത് കട്ട് ചെയ്തു. വീണ്ടും ഇത് അടുത്ത മറുഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തു. വീണ്ടും കട്ട് ചെയ്തു. തന്നെ ഈ മാല ഈ മുത്തുകൾക്ക് ബലം കൊടുത്ത ഈ പ്ലാസ്റ്റിക് ചരടിനെ ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഈ മാലയിൽ ഈ മുത്തുകളുടെ ബലം സൂക്ഷിക്കുന്നു.
അപ്പോൾ മാലയും അത് കോർത്തിരിക്കുന്ന ആ മുത്തുകളും അത് കോർത്തിരിക്കുന്ന ആ പ്ലാസ്റ്റിക് ചരടും ഇപ്പോൾ ഈ ബാഗിനുള്ളിൽ സുരക്ഷിതമായിട്ടുണ്ട്. ഇനി സാരി ഇതിന് മാജിക് സംഭവിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്ന മാന്ത്രിക വാക്ക് പൊട്ടുപോകും. ഓക്കെ, ഒരു മാന്ത്രിക വാക്കുണ്ട്, അത് ഭയങ്കര പറഞ്ഞാൽ മതിയാവും. പറഞ്ഞോളൂ, ഫോക്കസ് ഫോക്കസ്. ഇനി ഇവിടെ മാജിക് സംഭവിച്ചിട്ടുണ്ടോ അറിയാതെ നമുക്ക് ഇതിലെ മുട്ടുകൾ ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കാൻ മതിയാവും. ഞാൻ ഇതിന്റെ ആദ്യത്തെ മുട്ട് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ ആ ബീഡ്സ് എല്ലാം കൂടി ആ മുറിഞ്ഞു പോയ ആ പ്ലാസ്റ്റിക് ചടങ്ങിലേക്ക് വീണ്ടും എടുത്ത് ഇതൊരു മാലയായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇത് ഞാൻ എൻ്റെ ശിഷ്യയും എനിക്കൊരു ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അവിടുത്തെ ആദ്യകാല സ്റ്റുഡൻറ് കൂടിയാണ് അഭിമാനമായ യൂറോപ്യൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ വിറ്റാണ് തരുന്നില്ല, എങ്കിലും കൈ വെച്ചോളൂ. പോകാൻ അത് വിട്ടുകൊള്ളാൻ തിരികെ ഇരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.